ആരതി ഒന്ന് നോക്കിട്ട് വരട്ടെ. ഓ എന്താ പറ്റിയേ? അയ്യോ എവിടെ എന്ത് പറ്റി? നന്ദിനി കാലിന് ഉപ്പൂറ്റി തിരിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റ് ഓടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എവിടെ നോക്കട്ടെ. ഇവിടെയാ? സോറി 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 സോറി. നന്ദിനി എന്തു പറ്റിയതാ? ആ ആരതിയുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. കാല് സ്ലിപ്പായി. ആരതി എനിക്ക് കാലൊട്ടും അനക്കാൻ വയ്യ. ആരതി തന്റെ കയ്യിൽ എന്തോ തൈലല്ലേ? പോയി എടുത്തോണ്ടോ. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ എഴുന്നേറ്റോളാം. താൻ ചെന്ന് എടുത്തിട്ട് വാ. അതെ, ആരതിയെ കാണാൻ പോയപ്പോ വീണതാണോ അതോ ഇനി രണ്ടും കൂടി അങ്ങനെ തല്ലുകൂടിയോ? ഇല്ല വിവേക്. പിന്നെന്താ, രണ്ടാളും കൂടി ഇനി വേറെ എന്തെങ്കിലും ഒറ്റ കുത്തു വെച്ചിരും കേട്ടോ. ഹോസ്പിറ്റലിൽ പോവാം, നമുക്ക് പോയിട്ട് വരാം വേഗം. അതൊന്നും വേണ്ട സർ. എടാ കൈയൊന്ന് കാണിച്ചേ. അയ്യോ സാറ് തടണ്ട. അടങ്ങിയിരിക്കവിടെ. ആരതി പോകാം. ഇല്ല ഇല്ല പതിയെ. മതി, ഇനി ഞാൻ നടന്നോളാം. അയ്യോ എന്താ ഇത്? കുഴപ്പമില്ല, റൂം വരെ ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. വിവേക് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ഈ ടൂർ അതിന്റെ ലക്ഷ്യം കണ്ടു. എഴുന്നേറ്റിട്ടല്ലേ രണ്ടാളും? എപ്പോഴാ ഉറങ്ങിയെന്ന് ആർക്കറിയാം. നന്ദിനി വളരെ നേരത്തെ എഴുന്നേക്കുന്ന ശീലക്കാരിയാ. പക്ഷേ എന്നത്തെയും പോലെ അല്ലല്ലോ ഇന്നലത്തെ രാത്രി. ഇവര് ഡോറ് ലോക്ക് ചെയ്താണോ കിടന്നേ? സൂര്യ, നന്ദിനി, നന്ദിനി എഴുന്നേക്ക്. നന്ദിനി
ഇവിടെയാണോ കിടന്നത്? ശരിക്കും പറ പെണ്ണെ, വയ്യാത്ത നിന്നെ ഏട്ടനെ ഇവിടെയാണോ കിടത്തിയത്? എടാ സൂര്യ സാറ് എണീക്ക്. കിടത്തിയതൊന്നും അല്ല, ഞാൻ എഴുന്നേറ്റ് കിടന്നതാ. ആ, എണീക്കങ്ങോട്ട്. ഇവനെന്താ രാവിലെ വട്ട് പിടിച്ച? ഓ നിന്റെ കാല് നോക്കട്ടെ. ആ. അയ്യോ, എന്റെ കൊലുസ് കാണുന്നില്ലല്ലോ. അയ്യോ, ശ്ശെ, ഇന്നലെ വീണപ്പോ അത് പോയിന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല, നമുക്ക് നോക്കാന്നേ. ഷോ, അതെനിക്ക് വേണം. അത് പിച്ചും കാത്തും കൂടി എനിക്ക് വാങ്ങിച്ചു തന്നതാ. ശ്ശെ, കഷ്ടായിപ്പോയി. ഡോൺ വറി നന്ദിനി, തനിക്ക് കൊലുസ് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് കൊലുസ് വാങ്ങിക്കാം. വെള്ളി കൊലുസൊന്നും വേണ്ട, സ്വർണ്ണ കൊലുസ് തന്നെ വാങ്ങിക്കാം. ആയിക്കോട്ടെ. എന്താ? സ്വർണ്ണ കൊലുസ് വാങ്ങി തന്ന പിച്ചും കാത്തും എനിക്ക് വാങ്ങിച്ചു തന്നതാവോ? ശ്ശോ. സാറിന് എന്റെ വില അറിയില്ല. ഇല്ല, അതിന്റെ വില അറിയില്ല. അതിനെ സാറിന്റെ കൂടപ്പിറപ്പുകളോട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ അതിന്റെ വില മനസ്സിലാവൂ. ദേ നന്ദിനി, രാവിലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടാ. നിക്ക് ആ കയ്യൊന്ന് കാണിക്ക്. ആ, ദേ എന്റെ കൊലുസ്. ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? നിനക്കൊന്നും അറിയില്ല. കാല കുളിച്ച് കയ്യിൽ വരെ എത്തി. ആരതിയേ, ഏട്ടാ, ഇനി കള്ളം പറയാൻ നിക്കണ്ട. ഞങ്ങൾക്കറിയാം എന്താ നടന്നതെന്ന്. അയ്യേ, അങ്ങനൊന്നുമില്ല. ഈ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? എടാ, വിശ്വസിക്കാതെ പിന്നെ. മോനെ സൂര്യ, ഞങ്ങളോട് വെറുതെ കള്ളം പറയല്ലേ. ഇന്നലെ നീ നന്ദിനെ ഈ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയത് വരെ ഓക്കെ. ആ, അത് കഴിഞ്ഞ് നീ നന്ദിനിയുടെ അടുത്ത് തന്നെ കിടന്നു. അയ്യേ. എനിക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് നിങ്ങള് തമ്മിൽ ദേ വിവേകേ, ഞാൻ ഇവിടെ ഇറങ്ങി പോവേ. ഏയ്, സാരമില്ല നന്ദിനി, നിങ്ങളുടെ ഭാര്യയും ഭർത്താവിനും ഇടയ്ക്ക് അങ്ങനെ വല്ലത് സംഭവിച്ചു തന്നെ ഇപ്പൊ എന്താ? അയ്യോ ആർജി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ കട്ടില് കിടന്ന് ഉറങ്ങിപ്പോയി എന്നുള്ള സത്യ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, കണ്ട, അത്രയും സമ്മതിച്ചാ ബാക്കി കൂടെ അങ്ങ് സമ്മതിച്ചേക്ക്. അത് കഴിഞ്ഞ് ഞാൻ തന്നെയാ സാറിനോട് ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞത് അല്ലേ സർ? yes, 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 yes. അത് കഴിഞ്ഞ് നന്ദിനി ഉറങ്ങിപ്പോയി. ആ, ഞാൻ പിന്നെ ആ കുപ്പിയിലിരുന്ന് എടുത്ത് കുടിച്ചു. പിന്നെ ഞാനും ഉറങ്ങിപ്പോയി. അപ്പൊ സൂര്യക്കൊന്നും ഓർമ്മയില്ല. ഇല്ല. അല്ലെങ്കിൽ ഇവൻ വേണ്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ചുമ്മാ രാവിലെ തന്നെ ഓരോ. ആരതി, നമുക്ക് പോവാം. ഈ പ്രശ്നം ഇവര് തന്നെ സോൾവ് ചെയ്യട്ടെ. വാ. നിങ്ങൾ എങ്ങനെ പോയാൽ എങ്ങനെയാ? സത്യം എന്താന്ന് അറിഞ്ഞിട്ട് പോയാ മതി. സത്യം അറിയാനൊക്കെ സമയമുണ്ട് മോളെ. ഞങ്ങളെ പോയിട്ടൊന്ന് റെഡി ആവട്ടെ. നിങ്ങൾ റെഡിയാവ്, നമുക്ക് പോവാം. പോട്ടടാ. ആരതി, പോയിട്ട് വരാവേ. അങ്ങനൊന്നുമില്ല. ശരി ശരി. ആരതി, ശ്ശെ.